മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റിമാൻഡ് കാലാവധി കഴിഞ്ഞു വരുന്ന പ്രതാപനെയും വാമദേവനെയും വഴിയരികിൽ വെച്ച് തന്നെ പൂട്ടുകയാണ് മാർക്കോയും ലോപ്പസും ചേർന്നിട്ട്. തുടർന്ന് അവരോട് പറയുന്നുണ്ട്, എന്തായാലും കോടതി വിധി പ്രകാരം ജയിൽവാസം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി കേസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അടുത്തത് ജയിലിലേക്ക് പോകുമ്പോഴേക്കും എൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് ഞാൻ ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട്, മാർക്കോ മോനെ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിടും, ഇവൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാൻ വെടി പിഴച്ച് പോയതാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇവൻ കൊല്ലാൻ പറഞ്ഞ നീ കൊല്ലുവാടാ, എന്തായാലും നിങ്ങളുടെ ആർത്തി മാറിയില്ലല്ലോ, ലോക്കപ്പിൽ കിടന്നിട്ടും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും കൊല്ലാനായിട്ട് ശ്രമിച്ചില്ലേ, അതിനുള്ള ശിക്ഷ നിങ്ങൾ രണ്ടുപേരും ഏറ്റുവാങ്ങിയേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലോപ്പസിനോടൊപ്പം കാറിൽ കയറി വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ മാർക്കോ മുന്നിൽ പോകുന്നുണ്ട്. ഈ സമയം പ്രതാപനും വാമദേവനും ചേർന്ന് ആ ഒരു കുരുട്ടുബുദ്ധി ഒപ്പിക്കുന്നുണ്ട്. ലോപ്പസിനെ ആക്രമിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. പെട്ടെന്ന് തന്നെ ലോപ്പസ് കാർ നിർത്തുകയും മാർക്കോ അതിൽ നിന്നും ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വാമദേവനെയും പ്രതാപനെയും പിടിച്ച് റോഡരികിൽ വെച്ച് തന്നെ അടിച്ച് ഇഞ്ചമ്പരിവാക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരെയും തൻ്റെ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഉണ്ണിയെ കൊണ്ടുപോയ ആ ഒരു കെട്ടിടത്തിലേക്ക് തന്നെ. അങ്ങനെ മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും സമാധാനത്തോടെ ജീവിക്കാൻ വിടാത്ത നിങ്ങളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, രണ്ടാളും ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കസേരകളിൽ ഇരുത്തുകയാണ്. എന്നിട്ട് രണ്ടാളെയും കെട്ടിയിടുന്നുണ്ട്. ഇനിയാണ് നിങ്ങളുടെ ശിക്ഷാവിധി, എൻ്റെ കോടതിയിൽ നിങ്ങൾക്കുള്ള ശിക്ഷ. അപ്പൊ തുടങ്ങുകയല്ലേ ലോപ്പസേ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടെണ്ണത്തിനെയും അടിച്ച് വെണ്ണീറാക്കുന്നുണ്ട്. രണ്ടാളും വേദന കൊണ്ട് പൊളയുന്നു. രക്ഷിക്കണം, വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നുണ്ടെങ്കിലും മാർക്കോയാണെങ്കിൽ കർക്കിടക മാസമാണെന്നും തോമസ് സാറിന്റെ വീട്ടിൽ പോയിട്ട് കിടക്കേണ്ട രണ്ടെണ്ണത്തിനും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തിരക്കാ, കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അടിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഉണ്ണിയാവട്ടെ അവന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ദുർഗ വരുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ ഉണ്ണിയെ കാണുമ്പോൾ സങ്കടവും ഒരേ സമയം ദേഷ്യവും വരികയാണ്. കാരണം ഉണ്ണി ഒരിക്കലും മാറില്ല എന്നുള്ള കാര്യം ദുർഗ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദുർഗ ഉണ്ണിയോട് ചോദിക്കുകയാണ്, മോനെ നീ ഇനി ഒരിക്കലും വേറെ ഒരു ദുഷ്പ്രവർത്തികൾക്കും പോകരുത്, കണ്ണനെയും മഹാലക്ഷ്മിയെയും നീ ഇനി വേട്ടയാടരുതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അമ്മ പറയുന്നതല്ലേ, ഞാൻ എന്തായാലും ഈ കിടപ്പിൽ നിന്നും എഴുന്നേറ്റ വീണ്ടും തുടങ്ങും. എടാ മോനെ, നിനക്ക് ഇപ്പൊ കിട്ടുന്ന ശമ്പളടക്കം അവൻ കട്ട് ചെയ്ത് കളയും, പിന്നെ നീ എങ്ങനെ ജീവിക്കും? അതൊക്കെ എനിക്കറിയാം, എങ്ങനെ ജീവിക്കണം വേണ്ടാന്നൊക്കെ. നിന്റെ ഭാര്യ വീട്ടിലെ സ്വത്തുക്കൾ നോക്കിയിട്ടാണോ? ദേ നോക്ക്, അച്ഛനെ കൊന്ന കേസിൽ അവന്മാരെന്തായാലും അകത്തു പോകും. ഇപ്പോൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ കേസ് നടത്തേണ്ടി വരും. അതോടുകൂടിയിട്ട് ആ സ്വത്തുക്കളൊക്കെ നശിച്ചു പോകും. പിന്നെ അറിയാലോ, നിനക്ക് ജീവിക്കാൻ ഒരു തൊഴിൽ വേണമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും പ്രതാപനും വാമദേവനും ഒരു കണക്കിന് ചെയ്തത് നന്നായി. എടാ നീ എന്തീ പറയുന്നേ? നിന്റെ അച്ഛനെ കൊന്നവരെ നീ സപ്പോർട്ട് ചെയ്യണോ? അതെ. എടാ അവരൊക്കെ ദുഷ്ടന്മാരല്ലേ, നിന്റെ അച്ഛൻ ഇല്ലാതാക്കിയവരല്ലേ. പിന്നെ ഈ പറയുന്ന അമ്മാവനെയും പ്രതാപനെയും കാളും ദുഷ്ടനാണ് എൻ്റെ അച്ഛൻ. ഇത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ അമ്മേ, അയാൾ മരിക്കുന്നതിന് മുമ്പായിട്ടേ അമ്മയുടെ പേരിലോ ഞങ്ങളുടെ പേരിലോ ചില്ലി കാശ് എഴുതി വെച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ അയാളെ സ്നേഹിക്കുന്നത്? എനിക്ക് അയാളെ കണ്ട ഓർമ്മയില്ല, അതുപോലെ ഇനി ഞാൻ അയാളെ സ്നേഹിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അമ്മാവൻ ചെയ്തത് ശരി തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയെ ചൊടിപ്പിക്കുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ഉണ്ണിയെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. മിക്കവാറും ഉണ്ണിയെ ദുർഗ തന്നെയായിരിക്കും വിഷം വെച്ച് കൊല്ലുന്നത്. അപ്പോൾ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡ്.